ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കുരുംബ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ്. വടക്കോട്ട് ദർശനമായി 8 കൈകളോട് കൂടിയ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സംബന്ധിച്ചുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് പരശുരാമൻ ദാരുകാസുരനെ വധിക്കാൻ ശിവഭഗവാനോട് സഹായം തേടിയെന്നും ശിവന്റെ നിർദ്ദേശപ്രകാരം ഭദ്രകാളിയെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നുമാണ് പ്രധാന ഐതിഹ്യം. കേരളത്തിലെ 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായും ശ്രീ കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു സങ്കല്പമെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരമ്മ കണ്ണകിയുടെ പുനരവതാരമാണെന്നും കണ്ണകി മധുര ദഹിപ്പിച്ചതിനു ശേഷം കൊടുങ്ങല്ലൂരിലെത്തി ഭഗവതിയിൽ മോക്ഷം പ്രാപിച്ചുവെന്നും ഭക്തർ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ദേവിയുടെ ശക്തിയുടെ പ്രധാന ഉറവിടം ആദി ശങ്കരാചാര്യർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച 5 ശ്രീചക്രങ്ങളാണ് എന്ന് ഭക്തർ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രം ഭഗവതി ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണെങ്കിലും 108 ശിവാലയങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ നാഥൻ ശിവഭഗവാനാണ്. മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ നടക്കുന്ന അതിപ്രസിദ്ധമായ കാവുതിയുണ്ടൽ, അതായത് കൊടുങ്ങല്ലൂർ ഭരണിയും രേവതി വിളക്കും കോഴിക്കല്ല് മൂടൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. പിന്നെ മകരമാസത്തിൽ നടക്കുന്ന 4 ദിവസത്തെ താലപ്പൊലി ഉത്സവവും അതിപ്രശസ്തമാണ്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയുമാണ് ദർശനം ഉണ്ടാവുക. പിന്നെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 വരെയും നട തുറന്നിരിക്കും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് രോഗശാന്തിക്കായി മഞ്ഞളും കുരുമുളകും അഭിഷേകം ചെയ്യുന്നതും ശ്വാസകോശ രോഗശാന്തിക്കായി ചാമുണ്ടിക്ക് തവിട് അഭിഷേകം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ട്രെയിൻ മാർഗമാണ് വരികയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കും വരാവുന്നതാണ്. ഏകദേശം 37 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച് ക്ഷേത്രത്തിൽ എത്താവുന്നതുമാണ്. ഇനി നിങ്ങൾ റോഡ് മാർഗമാണ് വരുന്നതെങ്കിൽ തൃശ്ശൂർ, ഗുരുവായൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നും KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സ്ഥിരമായി സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ വിമാനമാർഗമാണ് വരുന്നതെങ്കിൽ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനാവും. അപ്പോൾ ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.
Thank you.